ഭാഗം 2. വീടിനകത്തിരുന്ന് ചർക്കയിൽ നൂറ്റെടുത്ത നൂല് ചെറിയ കമ്പിൽ ചുറ്റിയെടുക്കുകയായിരുന്നു ഫാത്തിമ. അപ്പോഴാണ് അവർ ഉമ്മറത്തു നിന്നും അവരുടെ മകൻ്റെ ശബ്ദം കേട്ടത്. ഉമ്മ, ദേ എളേപ്പ വന്നിരിക്കുന്നു. അലാവുദ്ദീൻ ഉത്സാഹത്തോടെ തുടർന്നു. എല്ലാവരും പറയുന്നത് പോലെ എളേപ്പ മരിച്ചിട്ടില്ല ഉമ്മ. അത്ഭുതത്തെക്കാളേറെ ഞെട്ടലായിരുന്നു ഫാത്തിമയ്ക്കുണ്ടായത്. തൻ്റെ ഭർത്താവിൻ്റെ ഒരനുജനെക്കുറിച്ച് ഫാത്തിമ കേട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അയാൾ എന്നെ മരിച്ചുപോയി എന്നായിരുന്നു അവരുടെ അറിവ്. പണ്ട് സ്വന്തം സഹോദരനുമായി സ്വത്തിൻ്റെ കാര്യം പറഞ്ഞ് തർക്കിച്ചു പിണങ്ങിപ്പോയ കാര്യവും അവർ കേട്ടറിഞ്ഞിട്ടുണ്ട്. ധൃതിയിൽ എഴുന്നേറ്റ് ചെന്ന് ഫാത്തിമ ഉമ്മറത്തേക്കുള്ള വാതിലിൽ തൂക്കിയിട്ടിരിക്കുന്ന തിരശീല കൈ ഉയർത്തി താഴ്ത്തിയിട്ട് അതിൻ്റെ പിന്നിൽ നിന്നു. നേർത്ത നൂൽവലയുടെ അപ്പുറത്ത് നിൽക്കുകയായിരുന്ന തൻ്റെ മകനെയും അവൻ്റെ തൊട്ടടുത്ത് തന്നെ ദീർഘകായനായ ഒരു അപരിചിതനെയും അവർ കണ്ടു. അസ്സലാമു അലൈക്കും ജ്യേഷ്ഠത്തി. ഘനഗംഭീരമായ ശബ്ദം പൂമുഖത്ത് മുഴങ്ങി. വാ അലൈക്കും സ്ലാം, ഫാത്തിമ സൗമ്യമായി പറഞ്ഞു. ഞാൻ വന്നു ജ്യേഷ്ഠത്തി. അല്ലാഹു എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. ആഗതൻ്റെ ശബ്ദമൊന്നിടറി. പക്ഷേ എൻ്റെ ഇക്കയോട് മാപ്പിരക്കാനുള്ള അവസരം സർവശക്തനായ തമ്പുരാൻ തന്നില്ല. അതിനു പകരം ഞാൻ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും ഇതാ ഇപ്പോൾ എൻ്റെ ജ്യേഷ്ഠത്തിയോട് മാപ്പിരക്കുന്നു. എന്നോട് ക്ഷമിക്കണം. തൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മയിൽ അപ്പോൾ ഫാത്തിമയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. ഇരിക്കിൻ, ഫാത്തിമ ഇടർച്ചയോടെ പറഞ്ഞു. ഞാൻ എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കാം. ഫാത്തിമ അടുക്കളയിലേക്ക് നടന്നു. ആഗതൻ ഭാണ്ഡം ചുമലിൽ നിന്ന് താഴെ വെച്ചു. എന്നിട്ട് തൻ്റെ ജ്യേഷ്ഠൻ സാധാരണ ഇരിക്കാറുണ്ടായിരുന്ന സ്ഥലം ഏതായിരുന്നു എന്ന് അലാവുദ്ദീനോട് ചോദിച്ചു. അലാവുദ്ദീൻ ഇരിപ്പിടം ചൂണ്ടിക്കാട്ടി. അബ്ദുള്ള സൗദാഗർ അവിടെ ചെന്ന് മുട്ടുകുത്തി മുഖം കുനിച്ച് നിലത്ത് മുത്തി. പിന്നെ പ്രാർത്ഥന പോലെ അസ്പഷ്ടമായ ശബ്ദത്തിൽ എന്തൊക്കെയോ ഉരുവിട്ടു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. തിരിച്ചു വന്ന് അലാവുദ്ദീനെ അടുത്തു തന്നെ പിടിച്ചിരുത്തിക്കൊണ്ട് അബ്ദുള്ള സൗദാഗർ പട്ടുതുണിയുടെ ഭാണ്ഡം തുറക്കാൻ തുടങ്ങി. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്, അബ്ദുള്ള പറഞ്ഞു. ഭാണ്ഡത്തിനുള്ളിൽ വിശേഷപ്പെട്ട കുറേ പട്ടുവസ്ത്രങ്ങളും നാനാതരം പഴങ്ങളും പലതരം ധാന്യങ്ങളും മുന്തിരിച്ചാർ നിറച്ച ഭരണികളുമുണ്ടായിരുന്നു. അലാവുദ്ദീൻ്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. ഫാത്തിമ അടുക്കളയിൽ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന അല്പം ഗോതമ്പ് മാവ് പരത്തി ചുട്ടെടുത്തു. കുറച്ച് കടല ഉണ്ടായിരുന്നത് ഉപ്പിട്ട് പുഴുങ്ങി. ഒരു കിണ്ണത്തിൽ കടലയും മറ്റൊരു പിഞ്ഞാണിയിൽ അപ്പവും എടുത്ത് അവർ ഉമ്മറവാതിലിൻ്റെ തിരശ്ശീലയ്ക്കടുത്തേക്ക് ചെന്നു. കിണ്ണവും പിഞ്ഞാണിയും ഉമ്മറത്തേക്ക് നീക്കി വെച്ചുകൊണ്ട് ഫാത്തിമ പറഞ്ഞു, ഇതാ നിന്റെ ഇളയപ്പയ്ക്ക് കൊടുക്കലാവുദ്ദീനെ. ആഹാരം രുചിയോടെ കഴിക്കുന്നതിനിടെ അബ്ദുള്ള സൗദാഗർ തൻ്റെ ജ്യേഷ്ഠനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തെക്കുറിച്ചും ഉത്കണ്ഠയോടെ തിരക്കി. അത് കഴിഞ്ഞ് തയ്യൽക്കടയെക്കുറിച്ചും ചോദിച്ചു. തയ്യൽക്കട അടച്ചു പൂട്ടേണ്ടി വന്നു എന്ന് സങ്കടത്തോടെയും നിറകണ്ണുകളോടെയും ഫാത്തിമ പറഞ്ഞു. തൻ്റെ മകൻ ഒരു ജോലിയും ചെയ്യാത്ത അലസനായി പോയി എന്ന് പറയാനുള്ള മടി കൊണ്ടും വിഷമം കൊണ്ടും അവർ വിക്കലോടെ ഇത്രയും കൂട്ടിച്ചേർത്തു. എന്തു ചെയ്യാൻ? ഇവനെ അതൊക്കെ പഠിപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹം കണ്ണടച്ചില്ലേ? ഫാത്തിമ വീണ്ടും കണ്ണീർ വാർത്തു. അലാവുദ്ദീൻ കുറ്റബോധത്തോടെ മുഖം കുനിച്ചിരുന്നു. സമാശ്വസിപ്പിക്കും പോലെ അബ്ദുള്ള പറഞ്ഞു, ജ്യേഷ്ഠത്തി, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഇനി ഞാൻ വന്നല്ലോ, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം. ഈ അലാവുദ്ദീൻ എൻ്റെയും കൂടി മകനല്ലേ, എൻ്റെ പ്രിയപ്പെട്ട ഇക്കയുടെ മകൻ. ഇവന് ഞാൻ വലിയൊരു തുണിക്കടയും പരവതാനിക്കടയും ഇട്ടുകൊടുക്കും. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള വസ്ത്രങ്ങളും പരവതാനികളും ഞാൻ അവിടെ എത്തിക്കും. ഈ അലാവുദ്ദീനെ ഞാൻ ഇന്നാട്ടിലെ ഏറ്റവും വലിയ വ്യാപാരിയാക്കും.
വസ്ത്രക്കച്ചവടത്തെക്കുറിച്ചോ പരവതാനി കച്ചവടത്തെക്കുറിച്ചോ ഒരറിവും ഇല്ലെങ്കിലും അതൊക്കെ കേട്ട് അലാവുദ്ദീൻ പ്രതീക്ഷ നിറഞ്ഞ ആശ്ചര്യത്തോടെയും ആഹ്ലാദത്തോടെയും അഭിമാനത്തോടെയും ഇരുന്നു. ആഹാരം കഴിച്ച് എഴുന്നേറ്റ് അബ്ദുള്ള ഉമ്മറത്തൂണിനടുത്ത് വെച്ച പാത്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് കയ്യും വായും കഴുകി. ഞാൻ ഇറങ്ങുന്നു ജ്യേഷ്ഠത്തി, നാളെ വരാം. ഇറങ്ങുമ്പോൾ അയാൾ അലാവുദ്ദീനെയും കൂടെ കൂട്ടി. വാ മോനെ, 1-2 ഇടം വരെ പോകണം നമുക്ക്, അബ്ദുള്ള പറഞ്ഞു. മുസ്തഫയെ കബറടക്കം ചെയ്ത പള്ളിപ്പറമ്പിലേക്കായിരുന്നു അലാവുദ്ദീനെയും കൊണ്ട് അബ്ദുള്ള ആദ്യം പോയത്. മുസ്തഫയുടെ കബറിടത്തിൽ ഏറെ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അയാൾ അലാവുദ്ദീനെ നഗരത്തിലെ പല സ്ഥലങ്ങളും കാണിച്ചുകൊണ്ട് നടന്നു. കളിക്കാൻ തയ്യാറായി നിന്ന കൂട്ടുകാരെ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു യാത്ര. പതിവുള്ള തൻ്റെ പന്തുകളി മുടങ്ങിപ്പോയതിൻ്റെ നിരാശ അടക്കിക്കൊണ്ട് അലാവുദ്ദീൻ അയാളുടെ കൂടെ പട്ടണത്തിലൂടെ നടക്കുകയും ചെയ്തു. അലാവുദ്ദീനു വേണ്ടി തുടങ്ങാനിരിക്കുന്ന കടകൾക്കുള്ള സ്ഥാനവും അബ്ദുള്ള അവന് കാണിച്ചു കൊടുത്തു. അക്കാര്യത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും തൻ്റെ ഉപ്പായുടെ അനുജൻ കൊണ്ടുവന്ന സമ്മാനങ്ങളുടെ ഓർമ്മയിൽ അലാവുദ്ദീൻ സന്ധ്യയാവോളം അയാളുടെ കൂടെ കാഴ്ചകൾ കണ്ട് നടന്നു. പിറ്റേന്ന് നേരത്തെ തന്നെ തൻ്റെ കൂടെ വരാൻ തയ്യാറാവണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്ദുള്ള അലാവുദ്ദീനെ അവൻ്റെ വീട്ടിൽ കൊണ്ടുചെന്നാക്കിയത്. അപ്പോഴേക്കും അവൻ്റെ കൂട്ടുകാരും എത്തി. അബ്ദുള്ള സൗദാഗർ കൊണ്ടുവന്ന സമ്മാനങ്ങളൊക്കെ അലാവുദ്ദീൻ അവർക്കിടയിൽ വിതരണം ചെയ്തു. ഭാഗം 2 ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിച്ച ഈ കഥ എവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.